ഹലോ, ഇത് ഞാൻ മോളെ കിൻഡർഗാർട്ടനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലോട്ട് വരുന്ന വഴിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കൂടെ നടക്കാൻ. ഇതിൻ്റെ ചുറ്റുമുള്ള വീടുകളുടെ ആർക്കിടെക്ചറും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാ വീടുകൾക്കും അവരുടെ ഒരു ഇൻഡിവിജ്വൽ ഗാർഡൻ ഉണ്ടാവും. ആ ഗാർഡൻ അവർ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിനും ചെയ്തിട്ടുണ്ടാവും. ഇന്ന് നല്ല വെതറാണ് കേട്ടോ. ഇന്ന് മാക്സിമം 26 വരെയൊക്കെ പോകുന്നുണ്ട് ടെമ്പറേച്ചർ. പക്ഷേ റെയിൻ പ്രഡിക്ഷനും ഉണ്ട്. നമ്മൾക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു ചെറിയൊരു പാർക്ക് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ആ പാർക്ക്. അവിടെ ചെറിയൊരു സ്ട്രീമും അതിൻ്റെ മുകളിലൊരു ചെറിയ ബ്രിഡ്ജും ഒക്കെ ഉണ്ട്. നമുക്ക് ആ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ഈ സമയമൊക്കെ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാണല്ലോ. ഇതാണ് ആ പാർക്ക്. ഇവിടെ കുറച്ച് സാധനങ്ങൾ, ഒരുപാട് വലിയ പാർക്കല്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും നമുക്ക് വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഭയങ്കര സൗകര്യമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇതൊരു ഫുട്ബോൾ ട്രെയിനിങ് കോർട്ടാണ് കേട്ടോ. മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു മാസമായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ആ പാർക്കിൽ 2-3 ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പം മിക്ക ദിവസങ്ങളിലും ഞാൻ തിരിച്ചു വരുമ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇരുന്നിട്ടേ പോവുള്ളൂ. ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്നും വരുന്ന വഴി ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് പോകാറുള്ളൂ. വീട് എത്താറായപ്പോൾ ഞാൻ ആക്ച്വലി ഒരു സാധനം കണ്ടു കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. ആ വീടിൻ്റെ മുന്നിൽ ഒരു പേപ്പർ കവറിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സുംഫെർ ഷെങ്കൻ എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ടു ഗിഫ്റ്റ് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ അതിൽ ഇങ്ങനെ കുറേ CDs ഉണ്ട്, കുറേ ബുക്സ് ഉണ്ട്, പിന്നെ കുറേ പസിൽസ് ഉണ്ട്. ഇവിടെ ജർമ്മൻസിൻ്റെ ഇടയിൽ കാണാൻ വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അതായത് അവരുടെ വീട്ടിൽ അവർക്ക് എന്തെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ അവരത് പുറത്ത് വയ്ക്കും. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുവരാം. എനിക്കിതിൽ 2-3 ബുക്സ് നന്നായിട്ട് ഇഷ്ടമായി. അപ്പം ഞാനത് എടുത്തു. ആമി ഈ സെപ്റ്റംബർ മുതൽ സ്കൂളിൽ പോയി തുടങ്ങുകയാണ്. അപ്പം അവൾക്ക് പറ്റും എന്ന് തോന്നിയ 2-3 ബുക്സ് ഞാൻ എടുത്തു. എനിക്ക് പസിൽസ് ഒന്നും ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല. അതൊരു 2000 പീസസിൻ്റെ പസിലായിരുന്നു. സോ അത് ഞാൻ എടുത്തില്ല. ഇങ്ങനെ വെക്കുന്ന മിക്ക സാധനങ്ങളും വളരെ നല്ല കണ്ടീഷൻ ആയിരിക്കും കേട്ടോ. എന്തായാലും എനിക്ക് ഈ കസ്റ്റം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യാണ്ട് കുറേ നാൾ അക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ ആർക്കെങ്കിലും ഉപയോഗപ്പെടും എന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്. ആമി കിൻഡർഗാർട്ടനിൽ നിന്ന് വന്നപ്പോൾ ഈ ബുക്സൊക്കെ കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. അവൾക്ക് പൊതുവേ ബുക്സൊക്കെ ഇഷ്ടമാണ്. നമ്മൾ വായിച്ചു കൊടുക്കണതും ഒക്കെ നല്ല ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുറന്നൊക്കെ ഒന്ന് നോക്കി അവൾ. എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം see you later. Bye bye.